കരയുന്ന പൊന്നെ കരയണ്ട. വല്ല എൻ്റെ മാറും പൊന്നെ. പെട്ടെന്ന് എൻ്റെ മോന് രോഗം ശരിയാവും. എല്ലാ നാട്ടുകാരായ നാട്ടുകാരെല്ലാം സഹായിക്കും. എല്ലാം പെട്ടെന്ന് ശരിയാവും. വിഷമിക്കല്ലോ. പാപ്പ വെച്ചിട്ട് 5 മാസമായിട്ട് ഗതികേട് കൊണ്ടല്ലേ നിങ്ങൾ 3 പേര് എനിക്ക് ക്യാമറന്റെ മുമ്പിൽ കാണിക്കേണ്ടി വന്നത്. കാണിക്കൂല നിങ്ങൾക്ക് അറിയാലോ. എത്രയും പെട്ടെന്ന് ഈ രോഗം മാറിയിട്ട് എനിക്ക് നിങ്ങളെ സംരക്ഷിക്കണം. അസ്സലാമലൈക്കും. എല്ലാരും സഹായിക്കണം. എന്റെ ഭർത്താവ് കരൾ മാറ്റി വെക്കണം എത്രയും പെട്ടെന്ന്. 1 വർഷമായിട്ട് വേദന സഹിച്ചുകൊണ്ടിരിക്കണേണ്. ഇനിയെങ്കിലും മാറ്റി വെച്ചില്ലെങ്കിൽ ഇക്കാക്ക് ജീവൻ നിലനിർത്താൻ പറ്റൂല. കൂട്ടുകാരെല്ലാരും സഹായിച്ചിട്ടാണ് ഈ 1 വർഷം ഹോസ്പിറ്റൽ ബില്ലും എല്ലാം അടച്ചോണ്ടിരുന്നത്. ഇനി നിങ്ങളെല്ലാരും സഹായം ഇല്ലാണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. കരൾ കൊടുക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷെ എല്ലാരും സഹായിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു ഉമ്മയും ഭാര്യയും മകനും പരിശുദ്ധമായ ഈ ഒരു മാസത്തില് തൻ്റെ ഭർത്താവിൻ്റെ തൻ്റെ മകന്റെ ജീവന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ കൈനീട്ടാം. സനീഷ് എന്ന് പറയുന്ന 37 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇനി വെറും 7 സെന്റിമീറ്റർ ലിവർ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഇനി നശിക്കാനുള്ളത്. അതുകൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ജീവൻ തന്നെ ഇല്ലാതാവും എന്നുള്ളൊരവസ്ഥയിലാണ്. 37 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. കാണാൻ ഭംഗിയുള്ള ആരോഗ്യമുള്ള ഒരു ശരീരം ഇന്ന് കരൾ രോഗം ബാധിച്ചിട്ട് ശരീരം മുഴുവൻ നീരെടുത്ത് കണ്ണൊക്കെ മഞ്ഞ കളറടിച്ച് ഒരു പക്ഷേ ആ കരൾ രോഗത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേജില് രാത്രി ഉറക്കം പോലും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് തന്റെ ഭാര്യന്റെയും ഉമ്മയുടെയും മകന്റെയും കൈകൾ ചേർത്ത് പിടിച്ചിട്ട് ഉറങ്ങാൻ കഴിയാതെ വേദന സഹിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഈ പരിശുദ്ധമായ ഈ ഒരു മാസത്തിൽ പുതുജീവൻ നൽകാൻ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ നടക്കും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ ചെറുപ്പക്കാരന്റെ കരൾ മാറ്റി